ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് നോട്ട് എ പ്രോട്ടോണിക്? ഇതിൽ 4 ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. പ്രോട്ടോണിക് ആസിഡ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പ്രോട്ടോണിക് ആസിഡ് അല്ലാത്തത്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇതിനകത്താണ് ഇതിലേതാണ് പ്രോട്ടോണിക് ആസിഡ് അല്ലാത്തത്? ഓക്കെ, പ്രോട്ടോണിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+നെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആസിഡുകളെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോണിക് ആസിഡ്. ഓക്കെ, അപ്പോൾ പ്രോട്ടോണിക് ആസിഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോണിക് ആസിഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ H+നെ ഡൊണേറ്റ് ചെയ്യുന്ന ആസിഡുകളെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോണിക് ആസിഡ്. അപ്പം ഇതിനകത്ത് ഏതാണ് പ്രോട്ടോണിക് ആസിഡ് അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അതിനർത്ഥം ഇതിലേതാണ് H+നെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റാത്ത ആസിഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. എങ്ങനെയൊക്കെയോ തന്നിട്ടുണ്ടല്ലോ, നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ നമുക്കൊന്ന് മനസ്സിലാകത്തില്ല. നമുക്കിതിനൊന്ന് കൗണ്ട് ചെയ്ത് എഴുതാം. SO, വീണ്ടും 2O, 2H, H2. അപ്പോൾ ഇതെന്ന് പറയുന്നത് H2 അല്ലേ, SO4. ഇതാണ് കോമ്പൗണ്ട്. H2SO4 ആണ് ഈ സാധനം. H 2 O. ഓക്കെ, O 3 ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ 2 ഇവിടുത്തെ 3 ഉള്ളൂ. സോറി. അപ്പം H2SO3. ഓക്കെ, ക്ലിയർ. H2SO3. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇത് H3BO3 ആണ്, ഹൈഡ്രോബോറിക് ആസിഡ് H3BO3. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇവിടുത്തെ എന്ന് പറയുന്നത് H2SO4 ആണ്. H2SO4. ഇതെന്ന് പറയുന്നത് H3PO3 ആണ്. H3PO3. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിനകത്ത് ആരാണ് പ്രോട്ടോണിക് ആസിഡ് അല്ലാത്തതെന്ന്. നമുക്കറിയാം H2SO3 എന്തായാലും പ്രോട്ടോണിക് ആസിഡ് ആണ്. H2SO4 എന്തായാലും പ്രോട്ടോണിക് ആസിഡ് ആണ്, കാരണം അവർക്ക് രണ്ടുപേർക്ക് H+നെ കൊടുക്കാൻ പറ്റും. ഇനി നമ്മുടെ ഡൗട്ട് H3PO3 ആണോ അതോ H3BO3 ആണോ എന്ന്. H3PO4 നമുക്കറിയാം ഫോസ്ഫോറിക് ആസിഡ് ആണ്. H3PO4 അല്ലേ, H3PO4 ഫോസ്ഫോറിക് ആസിഡ് ആണ്. അതിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. H3PO4 ഇങ്ങനെ ആയിരിക്കുന്നത്, P ഡബിൾ ബോണ്ട് O അല്ലേ, OH OH OH. ഇതാണ് ഫോസ്ഫോറിക് ആസിഡ്. ഇത് ഫോസ്ഫറസ് ആസിഡാണ്. അപ്പോൾ ഇങ്ങനെ വരും, P ഡബിൾ ബോണ്ട് O H OH OH. കണ്ടോ, H3PO3. അവിടെ 2 OH ഉണ്ട്. അപ്പോൾ 2 H+നെ അവർക്ക് കളയാൻ പറ്റും. ഈ Hനെ അവർക്ക് കളയാൻ പറ്റത്തില്ല. Pയുമായിട്ട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തേക്കുന്ന Hനെ കളയാൻ പറ്റത്തില്ല. OHലെ Hനെ മാത്രമേ അവർക്ക് കളയാൻ പറ്റൂ. ഇവിടെ OHലെ H ഉണ്ട്, ഇവിടെ OHലെ H ഉണ്ട്. അതുകൊണ്ട് അത് രണ്ടും പ്രോട്ടോണിക് ആസിഡാണ്. ഇവിടെ OHല് H ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, പക്ഷേ ഇവിടെ 2 ഉള്ളൂ. അപ്പോൾ അതും എന്താണ്, പ്രോട്ടോണിക് ആസിഡാണ്. ആൻസർ വരുന്നത് H3BO3 ആണ്. ഇത് പ്രോട്ടോണിക് ആസിഡ് അല്ല. അവിടെ Oയ്ക്കകത്തല്ല H വരുന്നത്. ബാക്കി 3 Oയ്ക്കകത്ത് തന്നെയാണ് H വരുന്നത്. അതുകൊണ്ട് ആ 3 എന്താണ്, പ്രോട്ടോണിക് ആസിഡ് ആണ്. എന്നാൽ ഇയാൾ എന്തല്ല, പ്രോട്ടോണിക് ആസിഡ് അല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. പ്രത്യേകം മനസ്സിലാക്കി വെച്ചേക്കുക, പ്രോട്ടോണിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+നെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആസിഡുകളാണ്. വെറുതെ H+നെ ഡൊണേറ്റ് ചെയ്താൽ പോരാ, അത് OHലെ Hനെ തന്നെ ഡൊണേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ആസിഡിനെ വിളിക്കുന്നതാണ് പ്രോട്ടോണിക് ആസിഡ്. ഇത് H+നെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആസിഡല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ: ദി pH ഓഫ് 10⁻⁻⁴ മോളാൽ KOH സൊല്യൂഷൻ വിൽ ബി. 10⁻⁴ KOH സൊല്യൂഷന്റെ pH എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം pH എന്ന് പറഞ്ഞാൽ -log കോൺസെൻട്രേഷൻ ഓഫ് H+നെ വിളിക്കുന്ന പേരാണ് pH. H+ന്റെ കോൺസെൻട്രേഷൻ അറിയാമെങ്കിൽ അതിൻ്റെ -log എടുത്താൽ നമുക്ക് pH ആയി. നമ്മുടെ pH തന്നെയാണ് ചോദിച്ചേക്കുന്നത്, പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് 10⁻⁴ KOH ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് 10⁻⁴ KOH. 10⁻⁴ KOH നമ്മൾ നോർമലി 10⁻⁴ KOH ഉണ്ട്. അപ്പം OH- കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സാൾട്ട് ആയതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യും. അപ്പം OH- കോൺസെൻട്രേഷനും 10⁻⁴ തന്നെയാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, OH- കോൺസെൻട്രേഷൻ ആണ് നമുക്ക് കിട്ടിയത്, H+ന്റെ അല്ല. അപ്പം നമുക്ക് ഒരിക്കലും pH കിട്ടത്തില്ല. അപ്പം നമ്മൾ ഇതിന് എന്ത് കണ്ടുപിടിക്കും, POH കണ്ടുപിടിക്കും.
കാരണം ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് പി ഒ എച്ച് ആണ് കിട്ടുന്നത്. എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ പി എച്ച് ആണ് നമുക്ക് കിട്ടുന്നത്. സോ പി ഒ എച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നു. പി ഒ എച്ച് എങ്ങനെ? സെയിം ഇക്വേഷൻ തന്നെ, മൈനസ് ലോഗ് എച്ച് ഒ പി എച്ച് ആകുമ്പോൾ ഇവിടെ എച്ച് പ്ലസ് വരും, പി ഒ എച്ച് ആകുമ്പോൾ ഇവിടെ ഒ എച്ച് മൈനസ് വരും. അപ്പം മൈനസ് ലോഗ് ഒ എച്ച് മൈനസിൻ്റെ വാല്യൂ എത്ര? ഒ എച്ച് മൈനസിൻ്റെ വാല്യൂ എത്ര? 10⁻⁻⁴ അല്ലേ? മൈനസ് ലോഗ് 10⁻⁻⁴ അല്ലേ? ലോഗ് എ റൈസ് ടു എൻ ലോഗ് എ. ഈ -4 ഇവിടെ വരും, മൈനസും മൈനസും പ്ലസ് ആവും. നമുക്ക് എന്ത് കിട്ടും? 4 log 10. ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ്, ആൻസർ 4 വരും. 4 അല്ലേ? അപ്പം പി ഒ എച്ചിൻ്റെ വാല്യൂ നമുക്ക് 4 കിട്ടി. പക്ഷെ നമുക്ക് ചോദിച്ചേക്കുന്നത് പി എച്ച് ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്, പി എച്ച് പ്ലസ് പി ഒ എച്ച്, ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 14 കിട്ടും. പി എച്ചും പി ഒ എച്ചും കൂടെ ചേരുമ്പോൾ നമുക്ക് 14 കിട്ടും. അതിൽ പി ഒ എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ്, 14. അങ്ങനെയാണെങ്കിൽ പി എച്ചിൻ്റെ വാല്യൂ ഡെഫിനറ്റ്ലി എത്ര ആയിരിക്കും? പി എച്ചിൻ്റെ വാല്യൂ 10 ആയിരിക്കും. പി എച്ചിൻ്റെ വാല്യൂ 10. ആൻസർ ഓപ്ഷൻ ഡി, പി എച്ചിൻ്റെ വാല്യൂ 10. ഓക്കെ. പക്ഷെ നമ്മുടെ അടുത്ത് കെ ഒ എച്ച് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് കെ ഒ എച്ച് വെള്ളത്തിലിട്ടേക്കാണ്. വെള്ളത്തിൽ ആരുണ്ട്? ഒ എച്ച് മൈനസ് ഉണ്ട്. 10⁻⁻⁴ മോളാർ കെ ഒ എച്ച് എന്ന് മാത്രമായിരുന്നെങ്കിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 10 ആണ്. കെ ഒ എച്ച് എന്ന് മാത്രമായിരുന്നെങ്കിൽ. പക്ഷെ കെ ഒ എച്ച് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വെള്ളത്തിലെന്നാണ്. വെള്ളത്തിലെ ഒ എച്ച് മൈനസിൻ്റെ കൗണ്ടും കൂടെ നിങ്ങൾ എടുക്കണം. വെള്ളത്തിലെ ഒ എച്ച് മൈനസിൻ്റെ കൗണ്ട് 10⁻⁻⁷ ആണ്. നോർമൽ വാട്ടറിൽ ഒ എച്ച് മൈനസിൻ്റെ കൗണ്ട് 10⁻⁻⁷. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനകത്ത് സൊല്യൂഷൻ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ കെ ഒ എച്ച് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമ്മൾ ഈ ചെയ്തത് തന്നെയാണ് കറക്റ്റ്. കെ ഒ എച്ചിൽ നിന്ന് ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ, കെ ഒ എച്ച് എത്ര എടുത്തോ അത്രയും തന്നെ ഒ എച്ച് മൈനസ് ഉണ്ടാവും. അതിൽ നിന്ന് പി ഒ എച്ച് കണ്ടുപിടിക്കും. പിന്നെ പി എച്ച് കണ്ടുപിടിക്കാൻ പി എച്ചും പി ഒ എച്ചും കൂടെ കൂട്ടുമ്പോൾ 14 ആണ് നമുക്കറിയാം. അതിനകത്ത് പി ഒ എച്ചിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പി എച്ചിൻ്റെ വാല്യൂ സുഖമായിട്ട് കണ്ടുപിടിച്ച് 10. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? കെ ഒ എച്ച് സൊല്യൂഷൻ എന്നാണ്. അപ്പം നിങ്ങളിവിടെ ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁴ എന്നല്ലേ എടുത്തേക്കുന്നത്. അത് കെ ഒ എച്ചിൽ നിന്നുള്ള ഒ എച്ച് മൈനസ് മാത്രമല്ലേ. പക്ഷെ വെള്ളത്തിൽ ആരുണ്ട്? ഒ എച്ച് മൈനസ് ഉണ്ട്. അതിൻ്റെ വാല്യൂ എത്ര? 10⁻⁷. അപ്പം അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അത്രയും മാത്രമേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? പിന്നെ നമുക്ക് അപ്പോൾ ഇതിനകത്ത് നിന്ന് എല്ലാം റീഅറേഞ്ച്മെൻ്റ് ആയി, കാരണം ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ മാറി. അപ്പോൾ ഇതിലെല്ലാം റീഅറേഞ്ച്മെൻറ്റ് വന്നു. ഓക്കെ. അപ്പം നമുക്കതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഞാനിതൊന്ന് മായ്ക്കുകയാണ്, കാരണം ഇതെല്ലാം നമ്മുടെ ആൻസർ വരുന്നത്. നമ്മുടെ ആൻസർ മാറി അല്ലേ? നമ്മുടെ ആൻസറിന് മാറ്റം വന്നു. കെ ഒ എച്ച് എന്ന് മാത്രമാണെങ്കിൽ നിങ്ങൾ എഴുതിയിരിക്കുന്നത് 10 കറക്റ്റായിട്ടുള്ള ആൻസറാണ്. പക്ഷേ ഇവിടെ 10 അല്ല നമുക്ക് ആൻസർ വരുന്നത്. കാരണം ഇവിടുത്തെ ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് വെള്ളത്തിനകത്തുള്ള ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കൂടെ കൺസിഡർ ചെയ്യണം. വെള്ളത്തിനകത്തുള്ള ഒ എച്ച് മൈനസിൻ്റെ ആയാലും എച്ച് പ്ലസിൻ്റെ ആയാലും കോൺസെൻട്രേഷൻ 10⁻⁷ ആണ്. അപ്പോൾ നമുക്ക് ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ മാറി. ഒ എച്ച് മൈനസ് = 10⁻⁻⁴ പ്ലസ് 10⁻⁻⁷. ഇതിനാ 4 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 10⁻⁻⁴ പുറത്തെടുക്കാം അല്ലേ? അപ്പോൾ 1 പ്ലസ് അല്ലേ, 1 പ്ലസ് 10⁻⁻⁷, 1 പ്ലസ് 10⁻⁻³ എന്നും പറഞ്ഞു വരും അല്ലേ? അപ്പോൾ 10⁻⁻⁴ ഇൻറ്റു 1 പ്ലസ് 10⁻⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.001 അതിലെ 10⁻⁻3 ശരിയല്ലേ? 0.001-നെയല്ലേ നമ്മൾ 10⁻⁻³ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് എഴുതാം? 1 പ്ലസ് 1.001 ഇൻറ്റു 10⁻⁻⁴. ഇതാണ് നമ്മുടെ ആൻസർ. ഇതാണ് ഇവിടുത്തെ ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ, 10⁻⁻⁴ ആണ് നമുക്ക് നേരത്തെ കിട്ടിയത്, ഇവിടെ 1.001 ഇൻറ്റു 10⁻⁻⁴ എന്ന് പറഞ്ഞു വന്നു. വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ, നമുക്ക് നോക്കാം വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് പി ഒ എച്ച് കണ്ടുപിടിക്കാം. പി ഒ എച്ച് എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് ആണ്. ഓക്കെ, മൈനസ് ലോഗ് ഓക്കെ 1.001 പ്ലസ് ഇൻറ്റു 10⁻⁻⁴. log a raised to n log a plus log b log a plus log b.
ഓക്കെ സോറി log a into b log a plus log b ആണ്. സോ മൈനസ് ലോഗ് 1.001 മൈനസ് ഓക്കെ ലോഗ് 10 റൈസ് ടു മൈനസ് ഓക്കെ പിന്നെ ലോഗ് 1.001ൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ദെൻ മൈനസ് ലോഗ് 10 റൈസ് ടു മൈനസ് 4 10 റൈസ് ടു മൈനസ് 4 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് മൈനസ് ലോഗ് 1.001 മൈനസ് ലോഗ് 10 റൈസ് ടു മൈനസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 4 ലോഗ് ഇടണം. അപ്പോൾ പ്ലസ് വരും +4 ഓക്കെ +4 പിന്നെ ഇവിടുത്തെ വാല്യൂ 1.001 എന്ന് പറയുമ്പോൾ എന്തായാലും വാല്യൂ എന്തായിരിക്കും ഡെഫിനറ്റ്ലി കുറയായിരിക്കും. അപ്പം 4 മൈനസ് എന്ന് പറയുമ്പോൾ എന്തായാലും 3 പോയിന്റ് സംതിങ് ആണ് നമുക്ക് വരുന്നത്. 3 പോയിന്റ് സംതിങ് എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല. 3 പോയിന്റ് സംതിങ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ അപ്പോൾ പി ഒ എച്ചിൻ്റെ വാല്യൂ 3 പോയിന്റ് സംതിങ്ങേ വരത്തുള്ളൂ. കാരണം 4 മൈനസ് എന്ന് പറഞ്ഞാൽ ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ അത് 4 എന്തായാലും കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് നിൽക്കണ്ട, കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 3 പോയിന്റ് സംതിങ് ആണ് എന്തായാലും വരുന്നത്. ഇനി നമുക്കറിയാം പി എച്ചും പി ഒ എച്ചും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 14 കിട്ടും. അതിനകത്ത് പി ഒ എച്ചിൻ്റെ വാല്യൂ 3 പോയിന്റ് സംതിങ് നമുക്ക് വന്നു. 3.9 അങ്ങനെ സംതിങ് വന്നു. ഓക്കെ അങ്ങനെയാണെങ്കിൽ പി എച്ച് എന്ത് കിട്ടും 14 മൈനസ് 3.9 സംതിങ് വരും. ഓക്കെ 14 മൈനസ് 4 10 കിട്ടും. അപ്പോൾ 3.9 10 പോയിന്റ് സംതിങ് വരും. ആൻസർ എന്തായാലും 10 പോയിന്റ് സംതിങ് ആണ്. ആൻസർ 10.5 ആണ്. ഒരിക്കലും 11 വരത്തില്ല, 4 വരത്തില്ല, 10 വരത്തില്ല. എന്നാൽ കെ ഒ എച്ച് എന്ന് മാത്രമായിരുന്നെങ്കിൽ 10 വന്നേനെ. ഓക്കെ അപ്പം 10.5 സംതിങ് വരും. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കെ ഒ എച്ച് എന്ന് മാത്രമായിരുന്നെങ്കിൽ 4 അല്ല, അത് പി ഒ എച്ച് ആണ്. നമ്മൾക്ക് പി എച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 എഴുതരുത്, ആൻസർ 10 വന്നേനെ. പക്ഷേ ഇവിടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് വെള്ളത്തിനകത്തുള്ള ഒഴിച്ച് മനസ്സിലും കൂടെ കൗണ്ട് ചെയ്യണം. 10 റൈസ് ടു മൈനസ് 7 കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദി പി എച്ച് വാല്യൂ ഓഫ് n/10 NaOH. കണ്ടോ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളൂ NaOH എന്നേ പറഞ്ഞിട്ടുള്ളൂ. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും OH മൈനസിൻ്റെ 10 റൈസ് ടു മൈനസ് 7 കൂടെ ആഡ് ചെയ്യണം. ഇവിടെ അങ്ങനെ ആഡ് ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ആണെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ n/10 എന്നാണ് പറഞ്ഞേക്കുന്നത്. പി എച്ച് ആണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അറിയാം NaOH എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തിനാണ് തരുന്നത് OH മൈനസിനെയാണ് തരുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും പി എച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് എന്തോ കണ്ടുപിടിക്കാൻ പറ്റുന്ന POH ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. POH എങ്ങനെ കണ്ടുപിടിക്കുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് POH. ഓക്കെ ഈ POH കണ്ടുപിടിച്ചതിന് ശേഷം പി എച്ചും POHും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും 14 കിട്ടും. അതിൽ നിന്ന് പിന്നെ എന്തിനെ കണ്ടുപിടിക്കുക PH കണ്ടുപിടിക്കുക. PH എന്ന് പറഞ്ഞാൽ 14 മൈനസ് POH ആൻസർ. ഇനി നമുക്ക് ആദ്യം POH കണ്ടുപിടിക്കാം. n/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 നോർമാലിറ്റി ആണ് വന്നേക്കുന്നത്. 1/10 ആണ് നോർമാലിറ്റി. നമ്മൾ അതൊന്നും നോക്കണ്ട, 1/10 അതാണ് നമുക്ക് വേണ്ടത്. സോ മൈനസ് ലോഗ് OH മൈനസിന്റെ കോൺസെൻട്രേഷൻ 1/10. 1/10നെ ഞാൻ 10 റൈസ് ടു മൈനസ് 1 എന്ന് എഴുതുകയാണ്. സോ എനിക്ക് കിട്ടുന്നത് മൈനസ് ലോഗ് 10 റൈസ് ടു മൈനസ് 1 അല്ലേ. 1/10നെ 10 റൈസ് ടു മൈനസ് 1 എന്ന് എഴുതി. ആ ലോഗ് എ റൈസ് ടു n ലോഗ് എ, ആ മൈനസ് 1 അങ്ങ് ഫ്രണ്ടിൽ വരും. മൈനസും മൈനസും പ്ലസ് ആവും. അപ്പം 1 ലോഗ് 10. ലോഗ് 10ന്റെ ആൻസർ 1 ആണ്. 1 × 1 1 വരും. അപ്പോൾ POHന്റെ വാല്യൂ എനിക്ക് എത്ര കിട്ടി 1 കിട്ടി. അപ്പം PH എങ്ങനെ കണ്ടുപിടിക്കുന്ന 14 മൈനസ് POHന്റെ വാല്യൂ 1 ആണ്. ആൻസർ 13 ഓപ്ഷൻ ഡി. ഇവിടെ കണ്ടോ NaOH എന്നേ പറഞ്ഞുള്ളൂ, സൊല്യൂഷൻ എന്ന് പറഞ്ഞില്ല. പറഞ്ഞാൽ വീണ്ടും നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾ എളുപ്പം എന്താണെന്നറിയാമോ, ഇതാണ് നമുക്ക് 10 ആണ് കിട്ടിയത്. പക്ഷെ 10നെക്കാട്ടി കുറച്ചും കൂടെ കൂടിയ വാല്യൂ ആണ് വന്നേക്കുന്നത്. ഓക്കെ ഇതാണ് ആൻസർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 13 ആണ് നമുക്ക് ആൻസർ വരുന്നത്. NaOH എന്ന് മാത്രം പറഞ്ഞതുകൊണ്ടാണ്. n/10 കണ്ട് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. 1/10 × n-നെയാണ് അവർ 1 × n n/10 എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. അല്ലാതെ വേറെ ഒരു കാര്യമില്ല. ഓക്കെ 1/10 × n-നെയാണ് അവർ n/10 എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following cannot act as both Bronsted acid and Bronsted base? ആഹാ മറ്റേ ക്വസ്റ്റ്യൻ എത്തി.
ഇതിൽ ആർക്കാണ് ബ്രോൺസ്റ്റഡ് ആസിഡും ബ്രോൺസ്റ്റഡ് ബേസുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റാത്തത്? അതിൽ ഇതിനകത്ത് ആർക്കോ ബ്രോൺസ്റ്റഡ് ആസിഡുമായിട്ടും ആക്ട് ചെയ്യാൻ പറ്റത്തില്ല, ബ്രോൺസ്റ്റഡ് ബേസുമായിട്ടും ആക്ട് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഏതിനാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം HCO3- ഇതിൻ്റെ ബ്രോൺസ്റ്റഡ് ആസിഡ് ബേസ്. ബ്രോൺസ്റ്റഡ് ആസിഡായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ H+ കളയാൻ പറ്റണം അല്ലേ? ആസിഡ് എന്ന് പറഞ്ഞാൽ H+ കളയുന്നത്. ഇതിനകത്ത് നിന്ന് ഇനി H+ കളയാൻ പറ്റുമോ? പറ്റും. ഇതിനകത്ത് H+ കളഞ്ഞ് എന്ത് കിട്ടും? ആൻസർ CO3-2-. ഇങ്ങനെ ഒരാളുണ്ടല്ലോ, CO3-2- ഉണ്ട്. പിന്നെ എന്താ, ബേസ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ H+ അക്സെപ്റ്റ് ചെയ്യണം. HCO3- H+ മേടിച്ചാൽ Hഉം Hഉം കൂടെ ചേർന്ന് H2 CO3 മൈനസും പ്ലസും ക്യാൻസൽ ആവും. H2CO3 കാർബോണിക് ആസിഡ്. അങ്ങനെ ഒരാളും എക്സിസ്റ്റിംഗ് ആണ്. അപ്പൊ ഇതിന് ആസിഡുമായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും, ബേസ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് NH3. നമുക്ക് നോക്കാം ആസിഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമോ, ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമെന്ന്. ആസിഡായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ H+ കളയാൻ പറ്റണം. NH3ക്ക് H+ കളയാൻ പറ്റണം. NH3 H+ കളഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് NH2- ആണ്. NH2-. ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ H+ മേടിക്കാൻ പറ്റണം. H+ മേടിക്കാൻ പറ്റിയാൽ നമുക്ക് കിട്ടുന്നത് NH4+ ആണ്. ഈ രണ്ടെണ്ണവും എക്സിസ്റ്റിംഗ് ആണ്. NH2- എന്ന് പറയുന്ന ആളും ഉണ്ട്, NH4+ എന്ന് പറയുന്ന ആളും ഉണ്ട്. NH2- നിങ്ങൾ കണ്ടിട്ടുണ്ട്. NH2 സിംഗിൾ ബോണ്ട് NH2 നിങ്ങളിത് പഠിച്ചതാണ് പ്ലസ് 2-ലൊക്കെ. ഹൈഡ്രസീനെ നമ്മൾ പറയും. അപ്പോൾ NH2- എക്സിസ്റ്റിംഗ് ആണ്. സോ ഓപ്ഷൻ ബിയും ആസിഡും ബേസുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഓക്കെ, അടുത്തത് HCl. ആസിഡ് ബേസ് ഓരോന്നാണ് ചെക്ക് ചെയ്ത് നോക്കാം. ആസിഡ് ആകണമെങ്കിൽ H+ എന്ത് ചെയ്യണം? കളയണം. H+ കളയാൻ നമുക്ക് H+ കളഞ്ഞാൽ എന്ത് കിട്ടും? Cl- ഉണ്ട്. Cl- ഉണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബേസ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ H+ മേടിക്കണം. H+ മേടിച്ചാൽ എന്ത് കിട്ടും? H ഒരെണ്ണം കൂടെ മേടിക്കുമ്പോൾ H രണ്ടെണ്ണം ആവും. Cl H+ മേടിക്കുന്നത്, അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് വരും. ഇങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? H2Cl+ എന്നും പറഞ്ഞ്? ഇല്ല, അങ്ങനെ ഒരാൾ എക്സിസ്റ്റിംഗ് അല്ല. സോ ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ആസിഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സോ ഇയാൾക്ക് ആസിഡായിട്ട് മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റൂ. എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല? ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഡെഫിനറ്റ്ലി ആര് തന്നെ ആയിരിക്കും ആൻസർ? ഓപ്ഷൻ സി തന്നെ ആയിരിക്കും. കാരണം കെനോട്ട് ആക്ടസ് എന്നാണ്, അതായത് രണ്ടുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റാത്ത ആൾ. അപ്പോൾ നമുക്ക് അവസാനത്തെ ആളെ കൂടെ ഒന്ന് കണ്ടുപിടിക്കാം. HSO4, ഈ ഓരോ എക്സ്ട്രാ വന്നതാണ് കേട്ടോ. HSO4-. ഇതാണ് നമ്മുടെ ആള്. ഓരോ O എക്സ്ട്രാ വന്നതാണ് കേട്ടോ. HSO4-. നമുക്ക് നോക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ആസിഡ് ബേസ്. ആസിഡ് ആകണമെങ്കിൽ H+ കളയണം. H+ കളഞ്ഞാൽ എന്ത് കിട്ടും? H+ പോകുമ്പോഴത്തേക്ക് SO4 മാത്രമാകും. ഒരു പ്ലസ് പോകുന്നുണ്ട്, ഒരു മൈനസ് വരും. ആ മൈനസ് ഈ മൈനസും കൂടെ ചേർന്ന് 2- ഉണ്ട്. SO4 2- നമുക്കറിയാം. ബേസ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ H+ മേടിക്കണം. H+ മേടിക്കുമ്പോൾ H കൂടെ ചേർന്ന് H2 ആവും അല്ലേ? പിന്നെ SO4 അവിടെ തന്നെയുണ്ട്. H+ വരുന്നതുകൊണ്ട് പ്ലസും മൈനസും ക്യാൻസൽ ആവും. H2SO4 ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആരൊക്കെ ആക്ട് ചെയ്യാൻ പറ്റാത്തത്? HCl. അപ്പോൾ HCl ആസിഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല? H+ മേടിച്ച് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കോൺജുഗേറ്റ് ബേസ് ഫോർ ബ്രോൺസ്റ്റഡ് ആസിഡ്സ് H2O HFR. H2Oയുടെയും HFന്റെയും എന്താ കോൺജുഗേറ്റ് ബേസ്. ഇതിൻ്റെ കോൺജുഗേറ്റ് ബേസ്, ഇതിൻ്റെയും കോൺജുഗേറ്റ് ബേസ്. എങ്ങനെ നമ്മൾ കോൺജുഗേറ്റ് ബേസിനെ കണ്ടുപിടിക്കുന്ന? പഠിപ്പിച്ചതാണ്. എന്തിനെ കളയുക? H+ കളയുക. H+ കളയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോൺജുഗേറ്റ് ബേസ് കിട്ടുന്നത്. ഓക്കെ, ഇവിടുത്തെ H+ കളഞ്ഞ് എന്ത് കിട്ടും? OH-. ഇവിടുത്തെ H+ കളഞ്ഞ് എന്ത് കിട്ടും? F-. H+ കളയുമ്പോഴാണ് കോൺജുഗേറ്റ് ബേസ് കിട്ടുന്നത്. H+ ആഡ് ചെയ്യുമ്പോഴാണ് കോൺജുഗേറ്റ് ആസിഡ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് H+ കളഞ്ഞാൽ കോൺജുഗേറ്റ് ബേസ്, ഇതിനകത്തുനിന്നും H+ കളഞ്ഞാൽ കോൺജുഗേറ്റ് ബേസ്. അപ്പം OH- F-. H3O+, ഇത് മൈനസ് ഉണ്ട്, വിട്ടുപോയതാണ്. മൈനസ് വിട്ടുപോയതാണ്, ഇവിടെ പ്ലസ് ഉണ്ട്.
ഇവിടെയും പ്ലസ് ഉണ്ട്, വിട്ടുപോയതാണ് കേട്ടോ പ്രിന്റിങ്. അപ്പം H3O പ്ലസ് അല്ല, നമുക്ക് OH മൈനസ് ആണ് വരേണ്ടത്. F മൈനസ് ഇത് കറക്റ്റാണ്, F മൈനസ് ആണ് ഒരാളുടെ കോൺജുഗേറ്റ് ബേസ്, അത് കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ എന്തായാലും ഇത് തെറ്റാം, കാരണം ഒരെണ്ണം ശരി ഒരെണ്ണം തെറ്റുമല്ലേ. OH മൈനസ് F മൈനസ്, OH മൈനസ് F രണ്ടും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. ബാക്കി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. H3O പ്ലസ് തെറ്റാം, H2 പ്ലസ് തെറ്റാം, OH മൈനസ് ശരിയാ, പക്ഷേ H2F പ്ലസ് തെറ്റാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സിമ്പിൾ ആണ്. കോൺജുഗേറ്റ് ബേസ് ആണെങ്കിൽ H പ്ലസിനെ ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. കോൺജുഗേറ്റ് ആൻസർ ആണെങ്കിൽ H പ്ലസിനെ ആഡ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. 16ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: എ 1 molar solution of which of the following salt has highest pH? ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, രണ്ടും സ്ട്രോങ് ആണെങ്കിൽ pH എന്തായിരിക്കും? 7 ആയിരിക്കും. രണ്ടും വീക്ക് ആണെങ്കിൽ pH എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി 7 ആയിരിക്കും. 7 അല്ല, അപ്രോക്സിമേറ്റ്ലി 7 ആയിരിക്കും. സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണെങ്കിൽ pH ലെസ് ദാൻ 7. സ്ട്രോങ് ബേസും വീക്ക് ആസിഡും ആണെങ്കിൽ pH ഗ്രേറ്റർ ദാൻ 7. ഇതിൽ ഏതാണ് ഇനി വരുന്നതെന്ന് നോക്കിയാൽ മതി. ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. NaNO3. അപ്പം NaNO3 ഇതിനെ നമ്മൾ അയണൈസ് ചെയ്യണം. എന്തൊക്കെ കിട്ടും? Na പ്ലസും NO3 മൈനസും, ശരിയല്ലേ? പ്ലസിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് H പ്ലസിനെ OH മൈനസിനെയാണ്. പ്ലസിൻ്റെ കൂടെ OH മൈനസിനെ ആഡ് ചെയ്യുക, മൈനസിൻ്റെ കൂടെ H പ്ലസിനെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ OH മൈനസ്, കാരണം പ്ലസ് ആയതുകൊണ്ടാണ്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? NaOH. ഇതിൻ്റെ കൂടെ H പ്ലസ്, നമുക്ക് എന്ത് കിട്ടും? HNO3, ശരിയല്ലേ? H പ്ലസും NO3 കൂടെ ചേരുമ്പോൾ HNO3. ഇത് സ്ട്രോങ് ആണ്, ഇത് സ്ട്രോങ് ആണ്. രണ്ടും സ്ട്രോങ് ആണെങ്കിൽ pH 7 ആണ്. pH 7. ഓപ്ഷൻ എ അല്ല. ബിയിലോട്ട് പോകും. Na2CO3 എവിടെ എഴുതും? എവിടെ എഴുതാം? Na2CO3 എന്തൊക്കെയാണ് കിട്ടുന്നത്? Na പ്ലസും അല്ലേ, CO3 2 മൈനസും. ഇതിനകത്തോട്ട് OH മൈനസിനെ ആഡ് ചെയ്യുന്നു. നമ്മളിത് ഓൾറെഡി ചെയ്തതാണ് Na2CO3 കേട്ടോ. NaOH. ഇതിൻ്റെ കൂടെ H പ്ലസിനെ ആഡ് ചെയ്യുന്നു. പക്ഷേ 2 പ്ലസ് ആയത് 2 മൈനസ് ആയതുകൊണ്ട് 2 H പ്ലസിനെ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടി? H2CO3. ഇതാരാ? സ്ട്രോങ് ബേസ്. ഇതാരാ? വീക്ക് ആസിഡ്. സ്ട്രോങ് ബേസും വീക്ക് ആസിഡും, സ്ട്രോങ് ബേസും വീക്ക് ആസിഡും. pH ഗ്രേറ്റർ ദാൻ 7. pH ഗ്രേറ്റർ ദാൻ 7. ഹയസ്റ്റ് pH ആണ് ചോദിച്ചേക്കുന്നത്. NaHSO4 അത് ചെയ്യാം, അത് നമ്മൾ ചെയ്തതല്ല കേട്ടോ. NaHSO4 നോക്കാം. Na പ്ലസും HSO4 മൈനസും ഇങ്ങനെ അയണൈസ് ചെയ്യുന്നത്. Na പ്ലസും ഇത്രയും കൂടെ ചേർന്ന് HSO4 മൈനസ്. Na പ്ലസും OH മൈനസും കൂടെ ചേർന്ന് NaOH. ഇതിൻ്റെ കൂടെ H പ്ലസ് ചേർന്ന് H2SO4. ഇതിൻ്റെ പ്ലസ് അല്ലേ, മൈനസ്. OH മൈനസ് കൂടെ ചേരുമ്പോൾ NaOH. H പ്ലസ് കൂടെ ചേരുമ്പോൾ H2SO4. രണ്ടും സ്ട്രോങ് ആണ്. രണ്ടും സ്ട്രോങ് ആണെങ്കിൽ pH 7. NH4Cl എവിടെ എഴുതും? എവിടെ എഴുതും? ആണ്ട NH4Cl എന്തൊക്കെയാ ഉള്ള? NH4 പ്ലസും Cl മൈനസും. അങ്ങനെ അനൈസ് ചെയ്യണം. നമുക്ക് കിട്ടുന്നത് NH4OHും കൂടെ കിട്ടുന്നത് HCl. ഇത് സ്ട്രോങ് ആസിഡ്, ഇത് വീക്ക് ബേസ്. സ്ട്രോങ് ആസിഡും വീക്ക് ബേസ്. സ്ട്രോങ് ആസിഡും വീക്ക് ബേസുകളാണെങ്കിൽ pH ലെസ് ദാൻ 7. pH ലെസ് ദാൻ 7. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹയസ്റ്റ് pH ആണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, Na2CO3. ഓക്കെ, 17ാമത്തെ ക്വസ്റ്റ്യൻ. 1 ml of pH 6 solution is diluted to 1000 ml. pH of the resulting solution is nearly equal to. അതായത് എൻ്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിൻ്റെ pH 6 ആണ്. pH 6 ആണ്. ഇതിന് ഞാൻ ഡൈല്യൂട്ട് ചെയ്യുന്നു. ഡൈല്യൂട്ട് ചെയ്തിട്ട് 1000 ml ആക്കുന്നു. 1000 ml ഡൈല്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ pH എത്ര ആയിട്ട് മാറും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഡൈല്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കുക എന്നാണല്ലോ. വെള്ളം ഒഴിക്കുമ്പോൾ അതിനകത്തുള്ള H പ്ലസും കൂടെ വരുമല്ലോ. ഓക്കെ, pH 6. pH നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ്. pH നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്.
കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇസ് ഈക്വൽ ടു പി എച്ച് ഉണ്ടെങ്കിൽ 10 raised to minus പി എച്ച്. പി എച്ച് നമുക്കറിയാമെങ്കിൽ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ 10 raised to minus പി എച്ച് എടുത്താൽ മതി. 10 raised to minus പി എച്ച് എന്ന് പറഞ്ഞാൽ 10 raised to minus പി എച്ചിൻ്റെ വാല്യൂ എത്ര? 6. 10 raised to minus 6. അപ്പം എന്താ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടി 10 raised to minus 6 മോൾ പെർ ലിറ്റർ. മോൾ പെർ ലിറ്ററിലാണ് കോൺസെൻട്രേഷൻ വരുന്നത്. ഇനി നമ്മൾ ഡൈലൂട്ട് ചെയ്യുകയാണ്. ഡൈലൂട്ട് ചെയ്യുന്ന സമയത്ത് വോളിയത്തിന് വ്യത്യാസം വരും അല്ലേ? അപ്പോൾ ഡൈലൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വോളിയത്തിന് വ്യത്യാസം വരുന്ന സമയത്ത് എത്ര ഡൈലൂട്ട് ചെയ്യുന്നത്? 1000 ml. 1000 ml നമ്മൾ ഡൈലൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 10 raised to minus 6 ഡിവൈഡഡ് ബൈ 10 raised to 3. അത്രയും നമ്മൾ ഡൈലൂട്ട് ചെയ്യുന്നു. 10 raised to 3. അപ്പോൾ എന്ത് കിട്ടും ആൻസർ? 10 raised to 3 മുകളിൽ പോകുമ്പോൾ 10 raised to minus 6 minus 3 minus 9. 10 raised to minus 9. ഇതാണ് പുതിയ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അല്ലേ? കാരണം ഡൈലൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വോളിയത്തിന് ചേഞ്ച് വരും. എത്ര നമ്മൾ ഡൈലൂട്ട് ചെയ്യുന്നത്? 10 raised to 3 1000 ml ആണ് ഡൈലൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 1000 ഡിവൈഡഡ് ബൈ 10 raised to 3 അതാണ് 1000. 10 raised to 3 മുകളിൽ പോകുമ്പോൾ 10 raised to minus 3 minus 3 minus 6 minus 9. 10 raised to minus 9 ആണ് ഇപ്പോഴത്തെ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ. നോർമലി 1 ലിറ്ററിനകത്ത് ഇതിപ്പോൾ 1 ലിറ്റർ അല്ലേ? 1 ലിറ്ററിൽ 10 raised to minus 6 ആയിരുന്നു എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ. ഇപ്പോൾ അത് എത്രയായി? 1000 ml കൂടെ നമ്മൾ ഡൈലൂട്ട്, അതായത് 1 ലിറ്ററും കൂടെ നമ്മൾ ഡൈലൂട്ട് ചെയ്തു. അപ്പം ഡിവൈഡഡ് ബൈ 10 raised to 3. സോ മുകളിൽ പോകുമ്പോൾ 10 raised to minus 9. ഇനി എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷനായി നമ്മുടെ പി എച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ പി എച്ച് എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ് അല്ലേ? അപ്പോൾ മൈനസ് ലോഗ് 10 raised to minus 9 വരും അല്ലേ? ലോഗ് എ റൈസ് ടു എൻ ലോഗ് എ മൈനസ് 9 അപ്പുറം വരും. മൈനസ് മൈനസ് ചേർന്ന് ക്യാൻസൽ ആവും. 9 വരും. ആൻസർ 9 ആണ്. ആൻസർ ഓപ്ഷൻ. അപ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് എച്ച് പ്ലസിൻ്റെ പി എച്ച് 6 ആണ്. അപ്പോൾ പി എച്ചിൽ നിന്ന് ഞാൻ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചു. പിന്നെ 1000 ml ആയിട്ട് നമ്മൾ ഡൈലൂട്ട് ചെയ്യാണ്. അപ്പം 1 ലിറ്റർ മാറി അവിടെ 1000 ml ആവും. ഓക്കെ, അപ്പം 10 raised to 3 ആണ് താഴെ വരുന്നത്. അത് മുകളിൽ പോകുമ്പോൾ 10 raised to minus 3 ആവും. മൈനസ് 3 മൈനസ് 6 മൈനസ് 9 ആവും. ആൻസർ 9 വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. 18ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വീക്ക് ബ്രോൺസ്റ്റഡ് ലോറി ആസിഡ്? ഇതിൽ ആരാണ് വീക്ക് ആയിട്ടുള്ള ബ്രോൺസ്റ്റഡ് ലോറി ആസിഡ്? അപ്പോൾ നമുക്ക് ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് പറയാം. ആസിഡ് എന്ന് പറയുന്നത് എച്ച് പ്ലസ് ഡോണർ, ബേസ് എന്ന് പറയുന്നത് എച്ച് പ്ലസ് അക്സെപ്റ്റർ. ആരാണ് ആ വീക്ക് ആസിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? അതിനർത്ഥം നമുക്ക് ആസിഡ് എന്ന് പറയുന്നത് എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിനകത്തെല്ലാം ആർക്കൊക്കെ എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത് എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് Cl മൈനസ് ആണ്. എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഇത് എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് NO3 മൈനസ് ആണ്. എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഇത് എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് SO4 2 മൈനസ് ആണ്. 2 എച്ചും കളഞ്ഞാൽ SO4 2 മൈനസ്. H2S ഇത് എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യുമോ? എച്ച് പ്ലസിന് ഇല്ല. കാരണം ഇത് നമുക്കറിയാം എസ്സിന് ചുറ്റും 2 ഹൈഡ്രജൻ. 2 ഹൈഡ്രജൻ വരുമ്പോഴത്തേക്ക് 2 ബോണ്ട്. 2 ബോണ്ട് ആകുമ്പോഴത്തേക്ക് 4 ഇലക്ട്രോണായി. ഈ H2S എന്ന് പറയുന്നത് ഒരിക്കലും എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളല്ല. എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? HS മൈനസ്, ഇങ്ങനെ ഒരാളില്ല. അല്ലെങ്കിൽ S2 മൈനസ്, ഇത് കിട്ടും. 2 എച്ചിനെയും കളഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ചാൻസ് കുറവാരാ? H2S ആണ്. കാരണം ബാക്കിയെല്ലാം എച്ച് പ്ലസിനെ കൊടുക്കുന്ന ആൾക്കാരാണ്, ആസിഡ്സ് ആണ്. സോ ആൻസർ ഏതാ? H2S ആണ്. അത് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രശ്നം. കാരണം ബാക്കി 3 ആസിഡാണ് നമുക്കറിയാം. വീക്ക് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഡെഫിനറ്റ്ലി അപ്പോൾ ആര് തന്നെ ആയിരിക്കും? H2S തന്നെയായിരിക്കും. കാരണം അയാളൊരു ആസിഡ് അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്. At 37 degrees Celsius, the dissociation constant Kw of water is 2.5 into 10 raised to minus 14. What is the pH of 1 into 10 raised to minus 5 NaOH solution? അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following is a strong acid in pure liquid HF?
ലിക്വിഡ് എച്ച് എഫിൽ സ്ട്രോങ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? അത് നമുക്ക് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകം പഠിച്ചു വെച്ചേക്കുക ആ പെയറിനെ. ലിക്വിഡ് എച്ച് എഫിൽ സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നത് SbF5 ആണ്. ലിക്വിഡ് എച്ച് എഫിൽ സ്ട്രോങ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നത് SbF5 ആണ്. ആ പെയറിനെ കാണാതെ പഠിച്ചു വെച്ചേക്കുക. എച്ച് എഫിൽ സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നത് എന്താ? SbF5 ആണ്. ബാക്കി ആരും സ്ട്രോങ് ആസിഡ് അല്ല. ഓക്കെ, പെയറിനെ ഓർത്ത് വെച്ചോണേ. അടുത്ത ക്വസ്റ്റ്യൻ. To obtain buffer which should be suitable for maintaining a pH about 45 അല്ല, I think 4 to 5 ആയിരിക്കും. 4 മുതൽ 5 വരെ. 45 pH ഇല്ലല്ലോ, 14 വരെ ഉള്ളൂ ആകെ. 4 to 5 we need to have in solution a mixture of. നമ്മളത് പറഞ്ഞേക്കുന്നത് pH 4, 5 മെയിൻറ്റെയിൻ ചെയ്യണം. 4, 5 നമ്മൾ പഠിച്ചിട്ടുണ്ട്. pH 0 മുതൽ 14 വരെ ഉണ്ട്. ഇതിനിടയ്ക്ക് 7 ഉണ്ട്. ഇവിടെ എല്ലാം ബേസ് ആണ്, ഇവിടെ എല്ലാം ആസിഡാണ് അല്ലേ? അപ്പം 4, 5 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കിടക്കുന്ന എല്ലാം എന്താ? ആസിഡാണ്. അപ്പോൾ അസിഡിക് ബഫറാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. 4 to 5 മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് അസിഡിക് ബഫർ ആയിരിക്കണം. അസിഡിക് ബഫർ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? സ്ട്രോങ് ബേസ് അല്ല, വീക്ക് ബേസ് അല്ല. വീക്ക് ബേസ് എടുക്കുന്ന ബേസിക് ബഫറാണ്, അത് 7 അപ്പുറത്തായിരിക്കും pH. സ്ട്രോങ് ആസിഡ് അല്ല, വീക്ക് ആസിഡും ഇറ്റ് സാൾട്ട് വിത്ത് സ്ട്രോങ് ബേസും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. കാരണം 4 to 5 എന്നവർ പറഞ്ഞിട്ടുണ്ട്. 4 to 5 എന്ന് പറയുമ്പോഴത്തേക്ക് ആസിഡിന്റെ സൈഡാണ്. അപ്പം അസിഡിക് ബഫറാണ് ഉണ്ടാക്കേണ്ടത്. അസിഡിക് ബഫർ എങ്ങനെ ഉണ്ടാക്കുന്നത്? വീക്ക് ആസിഡും അതിൻ്റെ സ്ട്രോങ് ബേസുമായിട്ടുള്ള സാൾട്ടുമായിട്ട് കമ്പൈൻഡ് ആവും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. ഇതൊരു നമ്മുടെ നീറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. ഓക്കെ, സോറി, നീറ്റിനല്ല, നെറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദി മോസ്റ്റ് അസിഡിക് പ്രോട്ടോൺ ഇൻ ദി ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് അറ്റാച്ച്ഡ് ടു വിച്ച് കാർബൺ? ഇത് ഏത് കാർബണിലാണ് ഏറ്റവും അസിഡിക് ആയിട്ടുള്ള, അതായത് H+നെ പെട്ടെന്ന് കളയാൻ പറ്റുന്ന കാർബൺ ഉള്ളത്? നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഉണ്ട്, ഇവിടെ CHO ഗ്രൂപ്പ് ഉണ്ട്. CHO ഗ്രൂപ്പ് C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് H ആണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ H+ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈനസ് ചാർജ് വരും. ആ മൈനസ് ചാർജിന് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ കാർബണിൽ ആസിഡ് ആയിരിക്കും, ആ കാർബണിലെ ഹൈഡ്രജൻ ആയിരിക്കും മോസ്റ്റ് അസിഡിക്. ആൻസർ ഓപ്ഷൻ 2 ആണ്. രണ്ടാമത്തെ കാർബണിൽ വരുന്നതാണ് മോസ്റ്റ് അസിഡിക്. ഈ കാർബണിൽ വരുന്ന അസിഡിക് അല്ല, കാരണം ഈ ഗ്രൂപ്പ് മൊത്തത്തിലാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പോൾ അതിന് തൊട്ടടുത്ത കാർബൺ ആയിരിക്കും കൂടുതൽ അസിഡിക്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി എണ്ണമുണ്ട്. CHO ഉണ്ട്, COOH ഉണ്ട്, ദെൻ CO ഉണ്ട്, ദെൻ NO2 ഉണ്ട്, SO3H ഉണ്ട്. ഇവരുടെ കൂടെ വരുന്ന കാർബണിലെ ഹൈഡ്രജൻസ് എല്ലാം ഹൈലി അസിഡിക് ആയിരിക്കും, പെട്ടെന്ന് Hനെ കളയാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ചുമ്മാ ഒന്ന് എടുത്തതേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത